കൊണ്ടുപോയി ചോദിക്കാൻ ഞാൻ പറയാം. നീ ചോദിക്കും, നിന്റെ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. അതെ, അങ്ങനെ പിടിക്കണ്ട. തലയിലുണ്ടല്ലോ, ഇത് ഞാനാ പിടിക്കണേ, നിങ്ങളല്ലേ പിടിക്കേണ്ടത്. എടാ എടാ നീ ചോദിക്കടാ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണ ഞാനല്ലേ പിടിക്കും. അത് മാല കൊട്ടി സ്വർണ്ണ കൊട്ടിയായി. ആ നല്ല സ്വർണ്ണം ഒട്ടുമില്ല. നീ ചോദിക്കടാ, സമയം കളയല്ലേ. ഇത് റണ്ണിങ്. പാലക്കാടിനെ പറ്റി രണ്ടഭിപ്രായമോ? പാലക്കാട് നിന്നാണ് അശ്വിൻ വന്നത്. അതോടുകൂടി എനിക്ക് പാലക്കാടിനുള്ള അഭിപ്രായം കംപ്ലീറ്റ് പോയി. എന്റെ അഭിപ്രായം പാലക്കാട്. അത് തന്നെ ഞാൻ ഇത്ര എന്റെ ക്യാമറ കുറച്ച് വിട്ടു നിൽക്കുകയാണ്. പാലക്കാട് ഇത്ര ആൾ എനിക്ക് മതിപ്പുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കത് മാറി കൊറേയൊക്കെ. നമുക്ക് ഇത്ര ആൾ അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് പരിചയമില്ലായിരുന്നു, മനസ്സിലായ? ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷെ നേരിട്ട് കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കരമായിട്ട് പറ. നിന്റെ പാലക്കാടല്ലേ കൂടുതൽ പ്രേതങ്ങളുള്ളത്. നീ മറ്റേ പോയ എടാ ഇവൻ ഒരു സാധനം കണ്ട്. അല്ല ഇവൻ എന്താ മുഖംമൂടി കണ്ട് ഓടിയെന്നേ. നീ മറ്റേ തേര് കണ്ടത് പറ, പ്രേക്ഷകര് കേക്കട്ടെ. ഇവൻ കണ്ടുണ്ട്, പറയണ അല്ലത് പ്രേക്ഷകര് കേക്കട്ടെ. പറയണ ഞാൻ വരും. ഇത് നമുക്ക് കണ്ടന്റ് ആണ്. പറ തേര്. ആ തേര്. തേര് എന്ന് പറഞ്ഞ ഒരു ഉരുണ്ട സാധനം. എന്താണ് നീ കണ്ടത്? എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം? സമയം എപ്പോഴായിരുന്നു? സമയം 2 മണി 2:30. രാത്രി 2:30. രാത്രി അല്ല, പുലർച്ചെയായില്ലേ? 2:30 എന്നൊക്കെ പുലർച്ചയായി. അല്ല രാത്രി. നീ അപ്പൊ എന്ത് ചെയ്യണായിരുന്നു? ശിവരാത്രി അല്ലേ? ശിവരാത്രിയുടെ അന്നാണ്. പടത്തിന്റെ പ്രൊമോഷൻ. ഓക്കെ, പറ എന്താ കണ്ടത്? ശിവരാത്രി അന്ന് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയതാണ്. പെട്ടെന്ന് അങ്ങനെ നോക്കിയില്ല. നീ എവിടെയാണ് ഇത് കണ്ടത്? ലൊക്കേഷൻ ഏതായിരുന്നു? പുറത്ത് പിള്ളേരെ കൂടി കളിച്ചോണ്ടിരിക്കുന്നു. രാത്രി 2:30. കേക്ക് നീ അടിപൊളി കഥയാ. ശിവരാത്രി അല്ലേ? അവിടെ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. ഓക്കെ, ഞങ്ങളുടെ ശിവരാത്രി ഡാൻസ് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. ആ ടൈമിൽ പെട്ടെന്ന് ഞങ്ങൾ പുറത്തേക്ക് പോയപ്പോ കളിച്ചോണ്ടിരിക്കല്ലേ, ഞാൻ ഒറ്റയ്ക്ക് വിട്ടു. ഒറ്റയ്ക്ക് എവിടെ പോയി? ഒറ്റയ്ക്ക് പെട്ടെന്ന് വെച്ചാ നീ ഒറ്റയ്ക്കായി. എല്ലാ പിള്ളേരും പോയോ? അവന്മാരൊക്കെ അവിടെയാണ്. ഞാൻ ഒറ്റയ്ക്കായി. ഒറ്റയ്ക്കായപ്പോ ഒരു സാധനം അങ്ങനെ പോയി, ഒരു മഞ്ഞ കളർ ബൾബ്. ഞാൻ അന്നത്തെ ലൈറ്റ് പറഞ്ഞേ. അന്ന് തെങ്ങിന്റെ തെങ്ങിന്റെ ഒരു കാറ് അത് മേലെ കൂടെ പോയി. ഇന്നാണെ മാറുവേ. ഇന്നാണെ ഹൈറ്റ് മാറുവേ. അല്ല മേലെ കൂടെ. എടാ നീ അങ്ങനെ പെട്ടെന്ന് പറയല്ലേ. നീ ചെറുതെ മനസ്സിലായി. അതല്ലെന്ന് ഇവന് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തൂടെ പോണേതാ. ഇവൻ അന്ന് കഥ പറഞ്ഞിരുന്നത്. അന്ന് ഇവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒരു പാടത്തിന്റെ സൈഡിലൂടെ പോവായിരുന്നു. അപ്പൊ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും. പാടത്തിന്റെ സൈഡിൽ ഇവർ ഒറ്റയ്ക്ക് പോകാൻ നമുക്ക് മനസ്സിലൊരു പിക്ചർ വരും. പെട്ടെന്ന് എന്താ ഇവൻ നോക്കുമ്പോഴത്തേക്കിന് ആ ഒരു തെങ്ങിന്റെ ഒരു ഹൈറ്റില്, അതായത് ഒരു 80-90 കൂടുതൽ ഹൈറ്റ് ഉണ്ട്. 200 അടി ഹൈറ്റ് ഉണ്ടാവും. ആ ഹൈറ്റിൽ വലിയൊരു ബോൾ പോലെ സാധനം ഇവർ ആദ്യം കണ്ടു. അത് കണ്ട് ഇവ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ പതുക്കെ മൂവ് ചെയ്ത് പോവായിരുന്നു. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ട് ഒരു വട്ടത്തിലൊരു സാധനം ഇങ്ങനെ പോകുന്നുള്ള. അപ്പൊ ഇവനത് കണ്ട് ഭയങ്കരമായിട്ട് സ്തംഭിച്ചു പോയി. മറ്റേ ശിവര പേടിച്ച് അങ്ങനത്തെ പോയി. പക്ഷെ ഇവൻ കണ്ടത് അവൻ എങ്ങനെ വർണ്ണിച്ചെന്നറിയോ? ആ തെങ്ങിന്റെ അത്ര അവിടെ ഒരു കാർ ഇരിക്കുന്ന പോലത്തെ ഒരു ഇമേജ്. അങ്ങനെയല്ലാണോ പറഞ്ഞത്? അല്ല അങ്ങനെയല്ല പറഞ്ഞത്. ഒരു എടാ എന്തോരം വലിപ്പമുണ്ട് ഈ കിടക്കണ കാറില്ലേ? ആ കാറിന് എത്ര വലിപ്പമുണ്ടോ തെങ്ങിന്റെ അത്ര ഹൈറ്റില്? ഈ അത്ര വരെ ഞാൻ നോക്കിയിരുന്നു. പക്ഷെ അത് കേട്ടപ്പോഴത്തേക്ക് ഞങ്ങള് പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോയി. അത് ശരി. ഈ ബോർഡിന്റെ ബോർഡ് കാണിക്കടാ. ഓക്കെ, ഇങ്ങനെ തിരിച്ചു ബോർഡിന്റെ പകുതിയുള്ള ഒരു വട്ടം റൗണ്ട് ലഡ് പോലെ, മഞ്ഞ കളർ സൂര്യനെ പോലെ, ഒരു ഓറഞ്ച് കളർ സൂര്യൻ ചോപ്പ് കളറൊക്കെ പോലെ ആയിട്ടുള്ള സാധനം, തിളക്കണ പോലെ ഒരു സാധനം. ഒരു മിനിറ്റ്, ആ സമയത്ത് ഇവന്റെ എക്സസൈസ് ചോദിക്കട്ടെ. ആ സമയത്ത് നിന്റെ ഒരു ഇതെന്തായിരുന്നു? അങ്ങനെ നോക്കിയിരുന്നു. അത്രേ ഉള്ളൂ. വേറെ എനിക്ക് പേടിച്ചു, ഞാൻ പേടിയൊന്നും ആയില്ല കേട്ടോ. സത്യം വിറക്കി അങ്ങനെയൊന്നും ചെയ്തില്ല. ഒരു പ്രത്യേക സാധനം കണ്ടോളും തോന്നിയൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് നിങ്ങൾ തന്നെ നോക്കിയൊന്നു. പക്ഷെ അത് മെല്ലെ ഇങ്ങനെ കറങ്ങിട്ട് ഇങ്ങനെ അതിനും എന്റെ ബോധം പോയിന്ന്. ബോധം പോയി. കറങ്ങി മെല്ലെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് ദൂരെ പോയി കണ്ടു കാണും. അതങ്ങനെയും പോയി, പാടത്തിന് അങ്ങനെയും പോയി. പിന്നെ പിള്ളേരെ വിളിച്ചിട്ട് വന്നാൽ പിള്ളേർ സാധനം പോയില്ല. നീ എന്താ അവിടെ പറഞ്ഞിട്ട് ആൾക്കാർക്ക് വിശ്വസിച്ചാ? അതിന് പഴയൊന്നുമില്ല. കണ്ടല്ലേ വിശ്വസിക്കുള്ളൂ, ഞാൻ മാത്രമല്ല കണ്ടിട്ടുള്ളൂ. ഇനിയും വേറൊരു കഥയായിട്ട് ഞങ്ങൾ പിന്നീട് വരുന്നതായിരിക്കും. മുഖംമൂടിയുടെ കഥ.